ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇന്ന് നമുക്ക് പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അധികം മസാലക്കുത്തൊന്നും ഇല്ലാതെ നല്ലൊരു ചെമ്മീൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെമ്മീൻ ചെറുതായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം. ഇതിനുവേണ്ടി ചെമ്മീൻ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയും നാടൻ മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ച പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചെമ്മീൻ നല്ലപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടാകുമ്പം ഇതിലേക്ക് 3 സവാള കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ കളർ മാറാൻ നിൽക്കണ്ട. ഇനി ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കറിവേപ്പില കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. അതിനു വേണ്ടിയുള്ള പാത്രം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പം ഇതിലേക്ക് ഇത്രയും സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്പൈസസ് ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല. വളരെ കുറച്ച് മസാലപ്പൊടികൾ മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ പൊടികൾ ഇട്ട് ചെമ്മീൻ്റെ ഫ്ലേവർ കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുമ്പം വലിയ ചെമ്മീൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ ചെമ്മീനായാലും ടേസ്റ്റിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല. ഇനി ചെമ്മീൻ നല്ലപോലെ ഒന്ന് ചൂടായി ഒന്ന് ചുരുണ്ട് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ചെമ്മീൻ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചെമ്മീൻ ഇപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇത്രയും മതിയാവും. ബാക്കി നമ്മൾ ദമ്മിടുമ്പം വെന്ത് വന്നോളും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് എല്ലാം ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കണം. ഞാൻ കുക്കറിലാണ് റൈസ് തയ്യാറാക്കുന്നത്. കുക്കർ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ചൂടാവുമ്പം ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം.
ഞാനിവിടെ 4 ഏലക്കായ, 4 ഗ്രാമ്പു, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട പീസാക്കിയത്, 1/4 ടീസ്പൂൺ പെരുംജീരകം, ഇത്രയും സ്പൈസസ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൈസസ് ഒന്ന് ചൂടാകുമ്പം ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരി കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചോറൊട്ടും കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരി നല്ലപോലെ ചൂടായി ചെറിയൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അതുവരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 4 കപ്പ് അരി എടുത്തതുകൊണ്ട് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്പം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. നാരങ്ങാനീരും കൂടി ചേർത്ത് വെള്ളം തിളക്കാൻ തുടങ്ങുമ്പം കുക്കർ അടച്ച് 1 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ അരി വേവിച്ചെടുക്കാം. വിസിൽ മുഴുവനായും പോയതിന് ശേഷം മാത്രം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അരി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. മസാല തയ്യാറാക്കിയ അതേ പാത്രത്തിലാണ് ഞാൻ ദമ്മിടുന്നതും. 2 ലെയറായിട്ടാണ് ഞാൻ ചോറ് സെറ്റ് ചെയ്യുന്നുള്ളത്. മസാലയുടെ മുകളിലായിട്ട് ചോറിന്റെ പകുതി ആദ്യം ഇട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൽ ബാക്കി വെച്ച സവാളയുടെ പകുതി ഇതിന്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നെയ്യ് കൂടി ഞാൻ ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇതുപോലെ അവസാനം ദമ്മിടുമ്പോൾ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ആദ്യം തന്നെ ചേർക്കുകയാണെങ്കിൽ ആ ഫ്ലേവർ ചോറിൽ കിട്ടില്ല. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ കൂടി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. രണ്ട് ലെയറായിട്ട് ഞാൻ ചോറ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഏറ്റവും ചെറിയ ബർണറിൽ വെച്ച് ലോ ഫ്ലെയിമിൽ മിനിമം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ബിരിയാണി ഞാനിവിടെ ഒരു 10 മിനിറ്റ് നേരം ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ റൈസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഞാൻ കുറേ തവണ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാ തവണയും സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.